ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ്. ഞാൻ ഉപയോഗിച്ച് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഫേസ് പാക്കാണിത്. അപ്പം ഞാൻ ഇനി അങ്ങോട്ട് കുറച്ച് ഫേസ് പാക്കുകളല്ല, അതായത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് ഫേസ് പാക്കുകളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിലെല്ലാം ഞാൻ ആ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ വെയിലത്ത് പോയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ടാനൊക്കെ എഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു പാക്ക് ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ഫേസ് പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ടാനെല്ലാം നല്ലോണം റിമൂവ് ആവും. അതെനിക്ക് തന്നെ സ്കിന്ന് നല്ല ബ്രൈറ്റൺ ആവും. പിന്നെ നമുക്ക് എന്തെങ്കിലും എന്താണ് സ്കിന്നിൽ വല്ലതും ഡാർക്ക് സ്പോട്ട്സ് ബ്ലാക്ക് ഹെഡ്സ് അത് വല്ലതും ഉണ്ടെങ്കിൽ നമുക്കത് റിമൂവ് ആവുന്നതായിരിക്കും. വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആവുന്നതായിരിക്കും. എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്കിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് മിൽട്ടാണി മിട്ടിയാണ്. ഞാൻ ഇതൊരു 1.5 സ്പൂൺ എടുത്തേക്കുന്നത്. എൻ്റെ ഫേസിനനുസരിച്ചാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ ഫേസിനനുസരിച്ചുള്ള ഒരു ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് അങ്ങാടിക്കടയിലും മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും. ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്നാണ് മേടിച്ചത്. ഇനി സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് വേണ്ട സെക്കൻഡ് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ കേടാണ്. അപ്പോൾ ഇതും ഞാനൊരു 1.5 സ്പൂണാണ് എടുത്തേക്കുന്നത്. ഈ ഒരു നമുക്കറിയാലോ, കേടെന്ന് പറയുമ്പോഴത്തേക്ക് ടാൻ റിമൂവ് ചെയ്യാനെല്ലാം ഏറ്റവും ബെറ്ററാണ്. പിന്നെ മിൽട്ടാണി മിട്ടി എല്ലാ ഫേസ് പാക്കിൻ്റെയും യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് എന്താണ് മിൽട്ടാണി മിട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് മെയിനായിട്ട് വേണം. പിന്നെ അടുത്ത വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഒരു ഓരോരോ പാക്ക് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്യും. അത് ഫേസ് പാക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ തന്നെ ഉണ്ടാക്കി മിക്സ് ചെയ്തിട്ട് ഞാൻ തന്നെ പരീക്ഷിച്ചിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കും. എനിക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ബാക്കിയുള്ളവർക്കത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്, നിനക്ക് ഫേസ് പാക്ക് അറിയാവോ, ഫേസ് പാക്ക് ഏതാണ് നീ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് എൻ്റെ പിരിയത്തിന് നല്ല കട്ടിയുള്ള പിരിക. അപ്പം എൻ്റെ ഈ ഒരു പിരികത്തിൻ്റെ ഈ ഒരു സൈഡ് എനിക്ക് കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ, കുറച്ച് ഇല്ലായിരുന്നു. ഈ ഒരു സൈഡ് മൊത്തം എനിക്ക് പിരികം ഇല്ലായിരുന്നു. അത് ഇവിടം വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഇപ്പോൾ ഇങ്ങോട്ട് കിളിച്ച് വന്ന് അതെന്തുകൊണ്ടാണെന്നുള്ള അതെങ്ങനെയാണെന്നുള്ളൊരു വീഡിയോസ് ഞാൻ പിന്നെ ചെയ്യാവുന്നതാണ്. പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, നിനക്ക് കട്ടിയുള്ള പിരിക, ഇത്രയും കട്ടിയുള്ള പിരിക എങ്ങനെ വന്നെന്ന് ചോദിക്കുന്നുണ്ട്. കട്ടിയുള്ള പിരിക എങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ, എനിക്ക് മുന്നേ എൻ്റെ കൊച്ചിലേ എനിക്ക് കട്ടിയുള്ള പിരികം തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ ത്രെഡ് ചെയ്ത് മീൻസ് നമ്മൾ മുന്നേത്തുള്ളൊരു സ്റ്റൈലെന്ന് പറയുമ്പോൾ, ഞാൻ പ്ലസ് 1 പ്ലസ് 2 പഠിക്കുന്ന ടൈമിൽ നമുക്ക് ആ ഒരു ടൈമിലെന്ന് വെച്ചാൽ എനിക്ക് എല്ലാവരും തിന്നായിട്ടാണ് പിരിവം ത്രെഡ് ചെയ്യുന്നത്. ഞാനും ആ ടൈമിൽ തിന്നായിട്ടാണ് പിരിവം ത്രെഡ് ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് എൻ്റെ പിരിവത്തിന് നാച്ചുറലി തിക്കായിട്ടുള്ളൊരു പിരികമാണ്. പക്ഷേ ഞാൻ തിന്നായിട്ടാണ് ആ ഒരു ടൈമിലൊക്കെ എടുക്കാറുള്ളത്. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ഫേസിന് എനിക്ക് തോന്നുന്നു തിക്കായിട്ടുള്ള പിരിവാണ് നല്ലതെന്ന്. അങ്ങനെ ഞാൻ തിക്കായിട്ടുള്ള പിരികം ത്രെഡ് ചെയ്യാൻ തുടങ്ങി. അതായത് തിന്നായിട്ട് ഞാൻ എടുക്കാറില്ല. പിന്നെ എനിക്ക് ഈ ഒരു സൈഡിൽ പിരിവ് എനിക്ക് പൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനത് പിന്നെ ഒരു ട്രിക്കൊക്കെ ചെയ്തിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിപ്പം എനിക്ക് പിരികം ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ്, ഈ ഒരു പിരികം വളരാനുള്ള ഈ ഒരു സൈഡിലൊക്കെ എനിക്ക് വളർന്ന് അതൊക്കെ എനിക്ക് കുറച്ച് നല്ല ഉള്ളോടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ എനിക്ക് നാച്ചുറലി ഉണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഇവിടെ പൊഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്ത്, അതെല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും പറയാനല്ല. പക്ഷേ എന്നാലും ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്, അതിന് എക്സ്പ്ലെയിൻ ചെയ്തുള്ള ഒരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ എൻ്റെ സബ്ജക്റ്റിൽ നിന്ന് കടന്നുപോയി. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ഈ പിരിവത്തിൻ്റെ കാര്യം ചോദിക്കും, ഫേസ് പാക്കിൻ്റെ കാര്യം ചോദിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന, അതായത് എനിക്ക് പരീക്ഷിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഫേസ് പാക്ക് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ തന്നെ സ്വയം കണ്ടെത്തിയിട്ടുള്ള ഫേസ് പാക്കാണ്. അപ്പം അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളും പരീക്ഷിച്ച് നോക്കുക. എനിക്കെന്തായാലും റിസൾട്ട് ഉണ്ട്, നിങ്ങൾക്കും റിസൾട്ട് കിട്ടും. അപ്പം നിങ്ങളെന്തായാലും എല്ലാവരും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ്, നമ്മുടെ ഈ ലാസ്റ്റ് ഐറ്റം എന്താണെന്ന് വെച്ചാൽ, അത് ഞാൻ സത്യം പറഞ്ഞാൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചിട്ട്, അതായത് നമ്മുടെ ബദാം, പിന്നെ പിസ്ത, പിന്നെ കാഷ്യൂ, പിന്നെ കുറച്ച് എള്ളുണ്ടല്ലോ അത്, അങ്ങനെ കുറച്ച് 2-3 ഇൻഗ്രീഡിയൻസ് മീൻസ് ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചായിരുന്നു. അതായത് നമ്മുടെ ബദാം, പിന്നെ പിസ്ത, പിന്നെ കാഷ്യൂനട്ട്, പിന്നെ അതിനകത്തുള്ളതെന്ന് വെച്ചാൽ വൈറ്റ് എള്ളുണ്ടായിരുന്നു, വെള്ള കളർ എള്ളുണ്ടല്ലോ അതുണ്ടായിരുന്നു, പിന്നെ സൂര്യകാന്തി കുരു ഉണ്ടായിരുന്നു, സൺഫ്ലവർ സീഡ് ഉണ്ടായിരുന്നു, പിന്നെയെന്ന് വെച്ചാൽ പംകിൻ സീഡ് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ ഡ്രൈ ആക്കിയിട്ട് പൊടിച്ചിട്ട് പാലിൽ മിക്സ് ചെയ്ത് കുടിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച ഐറ്റമാണ്. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇത് ഫേസ് പാക്കിനൊന്നും യൂസ് ചെയ്തുകൂടാ, കാരണം എല്ലാം നല്ല വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒരു കാര്യം, അത് നമ്മൾ കഴിക്കുമ്പോഴും നമ്മുടെ ശരീരത്തിന് പിടിക്കും. അപ്പോൾ നമുക്കൊന്ന് ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി എന്തുകൊണ്ട് നല്ലതാണെന്ന് ചിന്തിച്ചു.
അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ ഒരു കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് എടുത്തിട്ട് ഞാൻ മുൾട്ടാണി മിട്ടിയിലും കേടിനകത്തും ഇട്ടിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത്. അപ്പോഴത്തേക്ക് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. നല്ല റിസൾട്ട്. നമ്മുടെ ഈ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്തിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഈ ഒരു ഫേസ് പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ളത് വേറെ ഒന്നുമല്ല, നമുക്ക് ബദാം, പിസ്ത, പിന്നെ എന്താണ് പറയേണ്ടത്, കാഷ്യൂനട്ട്, പിന്നെ സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, ഇത് ഇത്രയും തന്നെ ധാരാളം. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഉള്ളത് ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഏതാ, എന്താണ് പംകിൻ സീഡോ അല്ലെങ്കിൽ ബദാമോ അല്ലെങ്കിൽ എന്താ കാഷ്യൂനട്ടോ ഏതെങ്കിലും മതി. 2-3 ഐറ്റം ആയാലും മതി, അല്ലെങ്കിൽ 2 ആയാലും മതി. അപ്പോൾ അത് വെച്ച് എന്തായാലും മതി. ഇപ്പം നമ്മുടെ ഉള്ള ഐറ്റംസ്, ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു, ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടാണ് അത് മിക്സ് ചെയ്ത്. ഇപ്പം നിങ്ങൾക്ക് അത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി വീട്ടിൽ ഉണ്ടെങ്കിൽ ഇത്ര ഐറ്റംസ് ഉള്ള പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മിക്സ് ചെയ്യാം. ഇപ്പോൾ 2 ഐറ്റം, ഇപ്പോൾ ബദാമും കാഷ്യൂനട്ടും ഉള്ളവരാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് നിങ്ങൾ മിക്സിയിലടിച്ച് പൊടിച്ചിട്ട് നിങ്ങൾക്കത് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഇത്ര ഐറ്റം ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കും, കാരണം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഈ ഒരു ഫേസ് പാക്കിന് നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. അപ്പം ഞാൻ ഈ ഒരു 1.5 സ്പൂൺ, ഈ ഒരു ഇതെന്ന് പറയുന്നത് 1.5 സ്പൂൺ ഉണ്ട് ഈ ഒരു മിട്ടാണി മിട്ടി എന്ന് പറയുന്നത്. അത് കണക്ക് തന്നെ ഞാൻ കേടും അത്യാവശ്യം ഇതിനകത്ത് അലിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ തൈരും 1.5 സ്പൂൺ തന്നെ എടുത്തത്. അപ്പോൾ ഇത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. നമുക്ക് മിക്സ് ചെയ്യണം. പിന്നെ ഈ ഒരു പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇതാണ് കേട്ടോ ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സിൻ്റെയൊക്കെ എന്താണ് പറയേണ്ടത് പൗഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പൗഡറും ഇത് ഞാൻ 1 സ്പൂൺ മാത്രമേ എടുത്തുള്ളൂ. 1 സ്പൂണിൻ്റെ ആവശ്യമില്ല, എന്നാലും നിങ്ങൾക്കൊരു 1/2 സ്പൂൺ ആയാലും മതി. ഞാൻ എനിക്ക് തോന്നുന്നു 1 സ്പൂൺ 3/4 സ്പൂൺ അങ്ങോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇത്. കാരണം നമുക്കിതിനകത്ത് കുറച്ചായാലും മതി, ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 3/4 സ്പൂൺ ആയാലും മതി. ഞാൻ 3/4 സ്പൂണാണ് എടുത്തേക്കുന്നത്. അപ്പം ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതിങ്ങനെ നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്യണം. നമുക്ക് കൈ വെച്ച് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഞാൻ ഈ ഐറ്റംസ് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏതൊരു ഫേസ് പാക്കിൻ്റെ ആയാലും ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അത് ആ ഒരു ഐറ്റംസിലൊക്കെ നല്ലതാണ് അത് പിടിക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റ്സ് എങ്കിലും എല്ലാവരും നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്നാലേ ആ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലതുപോലെ മിക്സ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന കാണിച്ചു തരാം. എൻ്റെ ഹെയറിലെല്ലാം പറ്റിയിട്ടുണ്ട് ഗൈസ്. എനിക്ക് കുഞ്ഞു കുഞ്ഞു ഹെയർസ് എല്ലാം ഇവിടെ വന്ന് കിടപ്പുണ്ട്. സോ ഇതിൻ്റെ റിസൾട്ട് ഞാൻ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിതൊരു 15 മിനിറ്റ്സ് എങ്കിലും വെയിറ്റ് ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഇത് ഡ്രൈ ആവും. നമുക്കത് മനസ്സിലാവും. ഡ്രൈ ആകുമ്പോഴത്തേക്ക് ആ ഒരു ഡ്രൈ ആവുന്ന ഒരു ടൈമിൽ ഫുള്ളും നമുക്ക് ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമുക്കിത് കഴുകിക്കളയാം. ഒരുപാട് ഡ്രൈ ആക്കാൻ വെക്കരുത്. ജസ്റ്റ് ഡ്രൈ ആയി വരുമ്പോൾ തന്നെ നമ്മളിത് വാഷ് ചെയ്ത് കളയണം. പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളയണം. അപ്പം അതിൻ്റെ റിസൾട്ട് ഞാൻ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. എന്തായാലും എൻ്റെ ഫേസിൽ എന്തായാലും ഒരു 15 മിനിറ്റ്സ് എടുക്കും. അപ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തുള്ള റിസൾട്ടാണ് ഈ കാണുന്നത്. എൻ്റെ ഫേസ് നല്ലപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് ഡാർക്ക് സർക്കിൾസ് അതിനകത്ത് വിസിബിൾ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഒന്ന് ജസ്റ്റ് ഫെയ്ഡായി എൻ്റെ ഫേസ് നല്ലതുപോലെ ബ്രൈറ്റ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫേസ് നല്ലതുപോലെ നിങ്ങൾക്ക് ടാൻ റിമൂവ് ചെയ്യും. ഇത് അതിനൊക്കെ ഫേസ് നല്ല ബ്രൈറ്റ് ആക്കും. അതുപോലെ നല്ലവണ്ണം ഫേസ് ക്ലെൻസ് ആവാനല്ല ഈ ഒരു ഫേസ് പാക്ക് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ബെറ്റർ റിസൾട്ടിനാണെങ്കിൽ 1.5 സ്പൂൺ മിൽക്ക് യൂസ് ചെയ്യും ഫേസ് വാഷിന് ശേഷം. അപ്പോൾ ഈ ഫേസ് നമ്മൾ ഈ പാക്ക് ഇട്ടിട്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം 1.5 സ്പൂൺ മിൽക്ക് എടുത്തിട്ട് ഒരു 2 മിനിറ്റ്സ് മസാജ് ചെയ്യുക. അപ്പോഴത്തേക്ക് പിന്നീട് അത് നമ്മൾ പ്ലെയിൻ വാട്ടറിൽ കഴുകി കളയണം. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു തിളക്കം കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് മോയ്സ്ചറൈസിങ് ക്രീം യൂസ് ചെയ്യാം. അപ്പം എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നല്ലൊരു ഫേസ് പാക്കാണിത്. ഓക്കെ, താങ്ക് യു.